ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ്, അതായത് വർക്ക് വിസയിലും സ്റ്റുഡൻറ്റ് വിസയിലും വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ആദ്യം വർക്ക് വിസ നോക്കുവാണെങ്കിൽ ഈ സ്കിൽഡ് വർക്കേഴ്സിന് യൂണിവേഴ്സിറ്റി ലെവൽ ഡിഗ്രീസ് വേണ്ടി വരും യു കെയിലേക്ക് വരാനായിട്ട്. അതുപോലെ തന്നെ സാലറി ത്രെഷോൾഡിലും ഇൻക്രീസ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ്, ഈ സ്പോൺസേഴ്സ് പേ ചെയ്യുന്ന ചാർജാണ്, അത് 32% കൂട്ടാനുള്ള പരിപാടിയാണ്. 2017 ശേഷം അത് കൂടിയിട്ടില്ല. അതുപോലെ തന്നെ ഡിസ്കൗണ്ടുകൾ ഉണ്ടായിരുന്നു ലോവർ സാലറീസ് ഷോർട്ടേജ് ജോബ്സിനൊക്കെ, അത് സ്ക്രാപ്പ് ചെയ്യാൻ പോണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റോൾസിനും ഇനി ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലെ അല്ലെങ്കിൽ ISLലെ ആ ഒരു റിക്വയർമെൻറ്റ് വേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ മോർ റൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ ഗ്ലോബൽ ടാലൻറ്റ്, അങ്ങനത്തെ ടോപ്പ് ഗ്ലോബൽ ടാലൻറ്റ് യു കെയിൽ വരാനായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള പുതിയ റൂട്ടുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഈ സ്റ്റുഡൻറ്റ് വിസയുടെ കേസുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു ഗ്രാജുവേറ്റ് റൂട്ടിൻ്റെ അല്ലെങ്കിൽ PSWൻ്റെ കാര്യത്തിൽ. PSW 2 വർഷമായിരുന്നത് ഇനി 18 മാസമായിട്ട് വെട്ടി ചുരുക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ലെവി ഓൺ ഇൻകം ഫ്രം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ചാർജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സ്പോൺസറിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ഇനി ടഫർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അവർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പാസ് മാർക്കിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പുതിയ റെഡ്, ആംബർ, ഗ്രീൻ റേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്പോൺസർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു കംപ്ലയിൻസ് ചെക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ ആ ചെക്കിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.